അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? കൊടികൾ വേണമായിരിക്കും. ഞാൻ കൊറേ കൊടികൾ തച്ചിട്ടിരിക്കുക. എത്ര എണ്ണമാ വേണ്ടത് പറ. കൊടികൾക്ക് തന്നെയാ വന്നത്, ഉടനെ തച്ച് കിട്ടുകയും വേണം. മേസ്തിരി തച്ചിട്ടിരിക്കുന്നത് മൂവർണ്ണ കൊടികളല്ലേ? ഇപ്പോ വേണ്ടത് ആ കൊടികളല്ല. ഞങ്ങൾക്ക് വേണ്ട കൊടികൾക്ക് ഒരൊറ്റ നിറമേ ഉള്ളൂ. അപ്പോ നാളത്തെ യോഗത്തിൽ ഉയർത്താനുള്ള കൊടികളല്ലേ വേണ്ടത്? ആ, യോഗത്തിലേക്ക് തന്നെയാ. പക്ഷെ ഞങ്ങൾ ഉയർത്താൻ പോകുന്ന കൊടിയുടെ നിറം കറുപ്പാ. കറുപ്പോ? ആ, കറുപ്പ്. അവിടെ വരുന്ന നേതാക്കളെ സ്വീകരിക്കുന്നതേ ആ കൊടികളായിരിക്കും. അയ്യോ, അതെന്താ കുഞ്ഞെ അങ്ങനെ? ആ, അതങ്ങനെയാ. അതെങ്ങനെ ഇതാ തുണി നാളെ തന്നെ കിട്ടണം. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തായി? ഇത്രയൊക്കെ ആയില്ല അമ്മ. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? എന്നിട്ടെന്താ? എന്റെ മോനെ ഇപ്പോഴും പാത്തും പതുങ്ങിയും പോലീസിനെ പേടിച്ച് നട്ടപ്പാതിരാക്കി വീട്ടിൽ കയറി വരേണ്ട ഗതികേടായില്ലേ? അതൊക്കെ മാറും അമ്മ, ഒക്കെ ശരിയായി വരും. സഖാവേ, എന്താ കുമാര? അത് കരിങ്കൊടി കാണിച്ചവരൊക്കെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുക. അവരേ നിമിഷവും ഇങ്ങെത്താം. കുമാര, ഒരു കാരണവശാലും നമ്മൾ പിടികൊടുക്കാൻ പാടില്ല. ഐക്യ കേരളം എന്ന മഹത്തായ സ്വപ്നത്തിന് അരികിലാണ് നമ്മൾ. അതേ സഖാവേ, അകലെയല്ലാത്ത ആ ചുവന്ന പ്രഭാതം നമുക്ക് കാണാനാകണം. വാ. പോലീസ് ഓടിക്കോ, 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 ഒരു കാലത്ത് ചോരയും ജീവനും നൽകി നാം പടുത്തുയർത്തിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമെന്ന് വരേണ്യവർഗത്തിൻ്റെ കൈകളിലാണ്. അവിടെ നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും യാതൊരു വിലയും ഇല്ലാതായിരിക്കുന്നു. അധികാരത്തിൻ്റെ ശീതളഛായയിൽ മതിമറന്നിരിക്കുന്ന നേതൃത്വത്തിനെതിരെ പടപൊരുതുവാൻ നാം നേതൃത്വം നൽകിയ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് ഒരു പരിധിവരെ കഴിഞ്ഞെങ്കിലും നയസമീപനങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനം ഉപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ലോകത്താകമാനം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊടുക്കാൻ പോകുന്ന ഐക്യ കേരള സംസ്ഥാനത്തിൽ നാം നിർണായക ശക്തികളായിരിക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. പുതുതായൊരു പാർട്ടി രൂപീകരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കുറെ കാലം കഴിയുമ്പോൾ ഈ പാർട്ടിയും വരണ്യവർഗത്തിൻ്റെതായി മാറിയാലോ? ഒരിക്കലുമില്ല സഖാവേ, നമ്മുടെ പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെതാണ്. അവിടെ മെനയുന്ന ഓരോ നയങ്ങളും തൊഴിലാളിയുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കും. ഒരിക്കലും അത് വരേണ്യവർഗത്തിൻ്റെതാവില്ലെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, പ്രവർത്തിക്കാം, മുന്നേറാം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പ്രശ്ന സംസ്ഥാനമെന്ന് പേർ വിളിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നടത്തുക എന്നത് ആർക്കും സുഖകരമായ ഒരു ജോലിയല്ല. ഞങ്ങൾ തികച്ചും ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി നിയമങ്ങളും നടപടിക്രമങ്ങളും ചട്ടങ്ങളും മറ്റുമടങ്ങുന്ന ഒരു ഭരണവ്യവസ്ഥയുടെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് വേണം ഞങ്ങൾ പ്രവർത്തിക്കാൻ. ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുന്നത് ഏതാനും വ്യക്തികളെന്ന നിലയ്ക്കല്ല, കാൽനൂറ്റാണ്ടോളം കാലം പഴക്കമുള്ള ഒരു മഹനീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് എന്ന് പരമാർത്ഥമാണ്.
ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചോര നീരാക്കി പണിയെടുത്തവരും ഇന്നും പണിയെടുക്കുന്നവരുമായ ലക്ഷക്കണക്കിനുള്ള പാർട്ടി പ്രവർത്തകന്മാർ, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവത്യാഗം ഭരിച്ച ആയിരക്കണക്കിനുള്ള രക്തസാക്ഷികൾ, ഇവരുടെ എല്ലാം പാവനസ്മരണ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും മനക്കരുത്തും നൽകുന്നുണ്ട്. ലോകത്താദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നൽകിയ കേരള ജനതയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്